बाप दादा सभी बच्चों की पांच स्वरूप दे रहे। पहला अनादि ज्योति बिंदु स्वरूप। याद है ना अपना स्वरूप? याद है ना? भूल तो नहीं जाती। दूसरा है आदि देवता स्वरूप। पहुंच गए देवता स्वरूप में, पहुंच गए, चले गए देवता रूप में। तीसरा मध्य में पूज्य स्वरूप। चौथा है संगम युगी ब्रह्मांड स्वरूप। और लास्ट में है फरिश्ता स्वरूप। पांची रूपियात आगे आगे अच्छा एक सेकंड में ये पांची रूपों में अनुभव कर सकते हो अपने को। 1 2 3 4 5 अनुभव कर सकते हो, कर सकते हो, कर रहे हो। ये पांची स्वरूप कितने प्यारे। जब जाओ जिस भी रूप में स्थित होने जाओ, सोचा और अनुभव किया। ये रूहानी मन की एक्सरसाइज, और ये एक्सरसाइज करते रहेंगे तो बिल्कुल लाइट हो जाए, अभ्यास हो जाएगा। Oh
शांति। ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ओम शांति। ശുഭാബ याद है മുരളി ഡേറ്റ് 27/12/2024. ബാബ നമ്മൾ കുട്ടികൾക്ക് മായ വളരെയധികം ശക്തിയാണ്, അതുകൊണ്ട് തന്നെ വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ബാബ സംഗമികത്തിൽ വരുന്നത് തന്നെ തൻ്റെ ഓരോ കുട്ടികളെയും തനിക്ക് സമാനാക്കുവാൻ, അതായത് ദേവതയാക്കുവാനാണ്. അപ്പം അതുകൊണ്ട് ബാബ പറയാണ്, സംഗമയുഗത്തിൽ തന്നെ ദേവതകളുടെ എല്ലാ ഗുണങ്ങളും ധാരണയിൽ കൊണ്ടുവരണം. നമ്മളുടെ വാക്കുകൾ മധുരമായിരിക്കണം, നമ്മളുടെ പെരുമാറ്റത്തിൽ മാധുര്യം ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാബ ഇന്ന് മക്കൾക്ക് അറിവ് പകർന്നു നൽകുകയാണ്. അപ്പോൾ നമുക്ക് ബാബയുടെ മുന്നിൽ ശ്രദ്ധിക്കാം. मीठे बच्चे, माया बड़ी ज़बरदस्त है, इसे खबरदार रहना। कभी ये ख्याल ना आए कि हम ब्रह्मा को नहीं मानते, हमारा तो डायरेक्ट शिव बाबा से कनेक्शन है. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, മായ വളരെയധികം ശക്തിശാലിയാണ്. വളരെയധികം ശ്രദ്ധിക്കണം, അഥവാ സൂക്ഷിക്കണം. ഒരിക്കലും ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഉണ്ടാകരുത്. അതായത് എനിക്ക് ബ്രഹ്മാവിനെ മാനിക്കാൻ കഴിയില്ല,
നേരിട്ട് ശിവബാബയുമായിട്ടാണ് എനിക്ക് കണക്ഷൻ ഉള്ളത്. ബാബ പറയുന്നു, മായ വളരെയധികം ശക്തിശാലിയാണ്, അതിനെ വളരെ സൂക്ഷിക്കണം. ഒരിക്കലും ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വരരുത്. എനിക്കൊരിക്കലും ബ്രഹ്മാബാബയെ അംഗീകരിക്കാൻ പറ്റില്ല. നേരിട്ട് ശിവബാബയുമായിട്ടാണ് എനിക്ക് ബന്ധമുള്ളത്, അഥവാ കണക്ഷൻ ഉള്ളത്. പ്രശ്ന, കിൻ ബച്ചോം പർ സബി കാ പ്യാസ് സ്വതः ജാതാ ഹൈ. ഏത് കുട്ടികളിലേക്കാണ് സ്വാഭാവികമായും എല്ലാവരുടെയും സ്നേഹം പോകുന്നത്? സ്വാഭാവികമായിട്ടും ഏതു കുട്ടികളോടാണ് എല്ലാവർക്കും സ്നേഹമുണ്ടാവുക? उत्तर, जो पहले हर बात को स्वयं प्रैक्टिकल में लाते फिर दूसरों को कहते, उन पर सबका प्यार स्वतः जाता है. ഏതു കുട്ടികളാണോ ഏതൊരു കാര്യം മറ്റുള്ളവർക്ക് പറയുന്നതിന് മുൻപ് സ്വയം പ്രാക്ടിക്കൽ ചെയ്ത് കാണിക്കുന്നത്, ശേഷം മറ്റുള്ളവരോട് പറയുന്നത്, അവരിലേക്ക് സ്വാഭാവികമായും എല്ലാവർക്കും സ്നേഹം ഉണ്ടാകും. അവരോട് എല്ലാവർക്കും സ്വാഭാവികമായും സ്നേഹം തോന്നും. ज्ञान को स्वयं में धारण कर फिर बहुतों की सेवा करनी है, तब सबका प्यार मिलेगा. ജ്ഞാനം സ്വയം തൻ്റെ ഉള്ളിൽ ധാരണ ചെയ്ത് ശേഷം മറ്റുള്ള അനേകരുടെ സേവനം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നിങ്ങളോട് സ്നേഹമുണ്ടാകും. अगर खुद नहीं करते सिर्फ दूसरों को कहते तो उन्हें कौन मानेगा? സ്വയം ഒന്നും ചെയ്യാതെ, ധാരണ ചെയ്യാതെ മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ ആരാണ് നിങ്ങളെ അംഗീകരിക്കുക? वो तो जैसे पंडित हो जाता. സ്വയം ചെയ്യാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ബാബ പറയണ അവർ പണ്ഡിതന്മാരെ പോലെയാണ്. പണ്ഡിതരർത്ഥം വെറും പറയുക മാത്രം, അവർ പ്രാക്ടിക്കലി ഒന്നും ചെയ്യുകയില്ല. അപ്പം അതുപോലെ ആയിത്തീരും. അപ്പോൾ സർവരുടെ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ബാപ്പണ ആദ്യം പ്രാക്ടിക്കൽ ധാരണ കൊണ്ടുപോവാ, അതിനുശേഷം മറ്റുള്ളവർക്ക് ജ്ഞാനം നൽകും. ओम शांति. बच्चों से बाप पूछते, आत्माओं से परमात्मा पूछते, ये तो जानते हो कि हम परमपिता परमात्मा के सामने बैठे हैं. ഇവിടെ മക്കളോട് അച്ഛൻ ചോദിക്കുകയാണ്, അതായത് ആത്മാക്കളോട് സ്വയം പരമാത്മ ചോദിക്കുകയാണ്, ഈ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് പരംപിത പരമാത്മാവിൻ്റെ മുന്നിലാണ് നാം ഇരിക്കുന്നതെന്ന്. ബാബാക്കു അപ്പന രത്ത് നഹി യേ തോ നിശ്ചയ ഹേ ന. ബാബയ്ക്ക് തൻ്റെതായ രഥമില്ല എന്ന് വെച്ചാൽ ബാബയ്ക്ക് ശരീരമില്ല എന്നുള്ളത് നിങ്ങൾ കുട്ടികൾക്ക് നിശ്ചയമുള്ള കാര്യമല്ലേ? ഈ ഭൃഗുടി മധ്യത്തിൽ ബാബ ബ്രഹ്മബാബയുടെ ആ ഒരു സ്ഥാനത്ത് ഭ്രൂമധ്യത്തിലാണ് ശിവബാബയും ഇപ്പോൾ വസിക്കുന്നത്. ബാബാനെ ഖുദ് കഹാ മൈ ഇൻകി ഭൃഗുടി കെ ബീച്ച് മേ ബൈഠാ ഹൂം. ബാബ സ്വയം പറഞ്ഞുതരാണ്, ദേഹധാരിയല്ല ഞാൻ, പക്ഷേ സാകാരത്തിൽ വരണമെങ്കിൽ എനിക്ക് ഈ ദേഹത്തിൻ്റെ ആധാരം എടുക്കേണ്ടതായി വരുന്നു. അപ്പം ഈ ശരീരത്തിൻ്റെ ഭ്രൂമധ്യത്തിലാണ് ഞാനും വരുന്നത്. അതായത് ബ്രഹ്മാവിൻ്റെ ശരീരത്തെ ബാബ ലോണായി എടുക്കുകയാണ്. ആത്മാ ഭൃഗുടി കെ ബീച്ച് മേ ബൈഠത്തി ഹേ തോ ബാബി യഹാ ഹി ആക്കർ ബൈഠത്തി ഹേ. അതായത് ആ ശരീരത്തിൻ്റെ ബ്രഹ്മാവിൻ്റെ ആത്മാവും ആ ഭ്രൂമധ്യത്തിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് തന്നെ ബാബയുടെ ആത്മാവും വന്നിരിക്കുന്നു, അതായത് പരമാത്മാവും കൂടി പ്രവേശിക്കുന്നു. അതുകൊണ്ട് ബാപ്പൺ ആ ഒരു ദേഹത്തിൽ, അതായത് ആ ഒരു രഥത്തിൽ ബ്രഹ്മാവുമുണ്ട്, അതേസമയത്ത് പരമാത്മാവായിരിക്കുന്ന ശിവബാബയുമുണ്ട്. അഗർ യേ ബ്രഹ്മ നഹി ഹോത്താ തോ ശിവബാബ ഭി നഹി ഹോത്താ. ഒരുപക്ഷെ സാകാരത്തിൽ ബ്രഹ്മാവില്ലായിരുന്നു എങ്കിൽ അവിടെ ശിവബാബയ്ക്കും വരാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. अगर कोई कहे कि हम तो शिव बाबा को ही याद करते ब्रह्मा को नहीं, परंतु शिव बाबा बोलेंगे कैसे? ചില കുട്ടികൾ ജ്ഞാനികളാണെങ്കിൽ പോലും ചിലപ്പോൾ അഭിമാനത്തിൽ വരുമ്പോൾ പറയാറുണ്ട്, നമ്മൾ ശിവബാബയെ മാത്രമേ ഓർമ്മിക്കുള്ളൂ, ബ്രഹ്മബാബയെ ഓർമ്മിക്കാറില്ല, അംഗീകരിക്കാറില്ല എന്ന് പറയും. അപ്പോൾ ശിവബാബ ചോദിക്കുകയാണ്, ബ്രഹ്മാവില്ലാതെ എനിക്ക് എങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുക? ऊपर में तो सदैव शिव बाबा को याद करते आए, अभी तुम बच्चों को पता है हम बाप के पास यहाँ बैठे हैं. അതായത് ബാബ പറയുന്ന ഭക്തിമാർഗത്തുടനീളം നമ്മൾ ഭഗവാനെ എന്ന് പറയുമ്പോൾ മുകളിൽ നോക്കിയിട്ടാണ് ഓർമ്മിച്ച് വന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കറിയാം, സ്വയം പരമാത്മാവായിരിക്കുന്ന അച്ഛൻ ഇപ്പോൾ സാകാരത്തിൽ വന്നിരിക്കുകയാണ്. ആരുടെ ദേഹത്തിൽ? ബ്രഹ്മാവിൻ്റെ ദേഹത്തിൽ. ഐസേ തോ നഹി സമझेंगे कि शिव बाबा ऊपर में है,
അപ്പം മിലനത്തിന് പോകുമ്പോൾ ബാബ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ അപ്പോഴും മുകളിലാണ് ബാബ എന്ന് പറഞ്ഞ് ഓർമ്മിക്കാറില്ലല്ലോ. ഏതുപോലെ ഭക്തിമാർഗത്തിൽ പറയാറുണ്ട് ശുബാബ മുകളിലാണ്, അവരുടെ പ്രതിമയെ നമ്മൾ ഇവിടെ വെച്ച് പൂജിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ബാത്തെ ബോത്ത് സമജ്നേക്ക് ഹെ. അതേപോലെ ശുബാബ ഇപ്പോൾ സാകാരത്തിൽ വരുമ്പോൾ നമുക്ക് വ്യക്തമായിരിക്കുന്ന ബോധമുണ്ട്, സംഗമികത്തിൽ ബാബ ഈ ദേഹത്തിൻ്റെ ആധാരത്തിലാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ ബാപ്പണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം മനസ്സിലാക്കേണ്ടതുണ്ട്. ജാനത്തെ ഹോ ബാബ് ജ്ഞാൻ കാ സാഗർ ഹെ, നോളജ്ഫുൾ ഹെ, തോ കഹാ സെ നോളജ് സുനാത്തെ. കാരണം മക്കൾക്ക് അറിയാം പരമാത്മാവായിരിക്കുന്ന അച്ഛജ്ഞാന സാഗറിനാണ്, അതായത് നോളജ്ഫുൾ ആണ്. അപ്പോൾ ബാബ എങ്ങനെയാണ് ജ്ഞാനം കേൾപ്പിക്കുക? ബ്രഹ്മ കെ തൻസ് സുനാത്തെ ഹെന. അപ്പോൾ ബാബ കേൾപ്പിക്കുന്നത് ശബ്ദത്തിൽ വരുന്നത് എപ്പോഴാണ്? ബ്രഹ്മാവിൻ്റെ ശരീരത്തിൻ്റെ മാധ്യമത്തിൽ കൂടി. കൈ കേത്തെ ഹം ബ്രഹ്മ കോ നഹീ മാനത്തെ പരന്തു ശുബാബ കേത്തെ മൈ ഇസ് മുഖ് ദ്വാര ഹി തുമേ കേത്താ ഹും. അതായത് ചില കുട്ടികൾ പറയാറുണ്ട് നമുക്ക് ബ്രഹ്മാവിനെ അംഗീകരിക്കാൻ പറ്റില്ല, പക്ഷേ ബാബ പറഞ്ഞു തരാണ് എനിക്ക് ആവശ്യം ഇവരുടെ മുഖമാണല്ലോ. ഈ ദേഹമാധ്യമം ഇല്ലാതെ എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റുകയില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറയേണ്ടതായിട്ട് വരുന്നു, മക്കളെ നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കുകയെന്ന്. അപ്പോൾ ബാപ്പൺ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബ്രഹ്മാക്കോ കുത് കേത്തെ ശുബാബക്കോ യാദ് കർ. ബാബ ബ്രഹ്മാ ബാബയോടും പറയാണ്, സ്വയം ബാബ പറയാണ് എന്നെ മാത്രം ഓർമ്മിക്കൂ. യേ കഹാ കേത്തെ മുझे യാദ് കറോ. ബ്രഹ്മാ ബാബ പറയാറില്ലല്ലോ എന്നെ ഓർമ്മിക്കൂ എന്ന് പറയാറില്ല. ബ്രഹ്മാ ബാബയോട് പോലും ശുബാബ പറയുന്നതെന്താണ്? ശുബാബയെ ഓർമ്മിക്കൂ. ബ്രഹ്മാ ബാബ പോലും മക്കളോട് പറയുന്നത് എന്താണ്? ശുബാബയെ ഓർമ്മിക്കൂ. इनके द्वार ശുബാബ कहते मुझे याद करो, ये मंत्र मैं इनके मुख से देता. ഭഗവാനെ ഓർമ്മിക്കണം, ബാബയെ ഓർമ്മിക്കണം എന്നുള്ള ആ ഒരു മന്ത്രം ബാബ ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ കൂടിയാണ് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. ബ്രഹ്മ നഹി ഹോത്താ തോ മൈ മന്ത്ര കൈസെ ദേത്താ. ബാപ്പണ് ഈ ബ്രഹ്മാവില്ലായിരുന്നു എങ്കിൽ ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ മന്ത്രം നൽകാൻ പറ്റുക? ബ്രഹ്മ നഹി ഹോത്താ തോ തും ശുബാബ സെ കൈസെ മിൽത്തെ. ബ്രഹ്മാ ബാബ ഇല്ലായിരുന്നു എങ്കിൽ നമ്മളെങ്ങനെയാണ് ബാബയുമായിട്ട് മിലനം ചെയ്യാം? കൈസെ മേരെ പാസ് ബൈഠത്തെ. എങ്ങനെയാണ് നിങ്ങൾക്ക് എൻ്റെ അരികിൽ ഇരിക്കാൻ പറ്റുക, ബാബയുടെ മുന്നിൽ ഇരിക്കാൻ പറ്റുക, ബാബയായിട്ട് മിലനം ചെയ്യാൻ പറ്റുക? अच्छे अच्छे महारथियों को भी ऐसे ऐसे ख्यालात आ जाता जो माया मेरे से मुख मोड़ देती है. ബാബ പറയുന്ന നല്ല നല്ല മഹാരഥികളാണെങ്കിൽ പോലും ചിലപ്പോൾ കുട്ടികളുടെ ബുദ്ധിയൊക്കെ തിരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും. ഞങ്ങൾ എന്തിനാ ബ്രഹ്മബാബയെ അംഗീകരിക്കേണ്ടത്, ബ്രഹ്മബാബയെ ഫോളോ ചെയ്യേണ്ടത്, ഡയറക്റ്റ് നമുക്ക് ബാബയായിട്ടാണ് സംബന്ധം എന്നുള്ളത്. അപ്പോൾ ശിവബാബ പറയാണ് അങ്ങനെ കുട്ടികളുടെ മുഖം പോലും മായ തിരിച്ചു കളയാറുണ്ട്. കേത്തെ ഹം ബ്രഹ്മാക്കോ നഹി മാനത്തെ. മായ വന്ന് ബുദ്ധിയെ തിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ചിന്തകളും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരും. ബ്രഹ്മാവിനെ അംഗീകരിക്കില്ല, ഉൻകി ക്യാ ഗതി ഹോഗി. അപ്പോൾ ബാപ്പണ് അങ്ങനെയുള്ള കുട്ടികളുടെ ഗതി എന്തായിത്തീരും? അതുകൊണ്ട് ബാബ പറയണ മായ എത്രമാത്രം ശക്തിയാണ്. ഒറ്റയടിക്ക് തന്നെ ബാബയിൽ നിന്നും അവരുടെ മുഖം തിരിപ്പിച്ച് കളയുന്നു, ബാബയിൽ നിന്ന് തന്നെ അവരെ അകറ്റിക്കളയും. അബ് തുമാരാ മോ ശുബാബാനെ സാമനെ കിയാ തും സമ്മുഖ് ബൈഠേ ഹോ. അപ്പോൾ ബാപ്പണ്ണ അതുപോലെ നമ്മുടെ മുഖമൊക്കെ തിരിഞ്ഞതായിരുന്നു, തല തിരിഞ്ഞ കുട്ടികളായിരുന്നില്ലേ? ഇപ്പോൾ ബാബ വന്ന് നമ്മളുടെ മുഖം ബാബയ്ക്ക് നേരെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ബാബയുടെ സന്മുഖത്തിലുണ്ട്. ഫിർ ജോ ഐസ സമസ്തേ ബ്രഹ്മ തോ കുച്ച് നഹി തോ ഉൻകി ക്യാ ഗതി ഹോഗി. ബാബയുടെ മക്കളായിട്ടും ഇങ്ങനെ കരുതുകയാണെങ്കിൽ ബ്രഹ്മാവ് എന്താണ്, ബ്രഹ്മാവിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ബ്രഹ്മാവിനൊരു ബഹുമാനം കൊടുക്കുന്നില്ല എങ്കിൽ ബാബ ചോദിക്കണം അങ്ങനെയുള്ള കുട്ടികളുടെ ഗതി എന്തായിത്തീരും? അവർ ദുർഗതിയിലേക്ക് പോവില്ലേ? മനുഷ്യത്വ പുക്കാർത്തെ ഓ ഗോഡ് ഫാദർ, ഫിർ ഗോഡ് ഫാദർ സുനത്തെ ഹേ ക്യാ. ബാബ പറയണ മനുഷ്യൻ വിളിക്കാറുണ്ട് ഹേ ഭഗവാനെ ഗോഡ് ഫാദർ എന്നൊക്കെ. ബാബൻ ഇതൊക്കെ ഗോഡ് ഫാദർ കേൾക്കുന്നുണ്ടോ? കേത്തെ ഓ ലിബറേറ്റർ ആവോ, ക്യാ വഹാ സെ ഹി ലിബറേറ്റ് കരേങ്കെ. പറയാറില്ലേ മുക്തിദാത്ത വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ബാബ ചോദിക്കുകയാണ് മുക്തിദാതാവ് മുക്തി നൽകാറുണ്ടോ? എങ്ങനെയാണ് മുക്തി നൽകുന്നത്? അവിടെ ഇരുന്നിട്ടാണോ മുക്തി നൽകുന്നത്? ബാബ പറയണില്ല. കൽപ്പം കൽപ്പം പുരുഷോത്തമ സംഗമികത്തിലാണ് ബാബ വരുന്നത്. അതും ബാബ ഈ ശരീരത്തിൽ വരുന്നു. ഉടാതെ തോ ക്യാ കഹേങ്കെ, ജിസ്മേ ആത്തെ ഉൻകോ ഹി ഉടാതെ തോ ക്യാ കഹേങ്കെ. ബാപ്പൺ എനിക്ക് ആകെ കൂടെ വരാൻ പറ്റുന്ന ദേഹം ഇതാണ്. അപ്പോൾ ഈ ദേഹത്തെ പോലും നിങ്ങൾ മാനിക്കുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് വരിക? ഞാൻ എന്താ പറയാ? മായാമേ ഇത്തന ബൽഹേ ജോ നമ്പർ 1 വർത്ത് നോട്ട് എ പെനി ബനാ ദേത്ത. ഭവ മക്കളോട് പറയാണ് മായ അത്രയും ബലശാലിയാണ്,
ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമ്പർ 1-ൽ നിന്നും എന്താക്കി മാറ്റും? ഒരു ചില്ലിക്കാശിന് പോലും വിലയില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റും. ഐസെ ഐസെ ബി കോയി കോയി സെൻറ്റേഴ്സ് പെർ ഹേ തബ് തോ ബാബ കേത്തെ ഖബർദാർ രഹന. അപ്പം അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട് ചില സെൻറ്ററുകളിൽ. അതുകൊണ്ടാണ് ബാബ പറയുന്നത് സൂക്ഷിക്കണം, മായയെ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ബൽ ബാബ കി സുനായി ഹുയെ ജ്ഞാൻ കോ ദൂസറോं को सुनाते भी रहते परंतु जैसे പണ്ഡിത് മിസൽ. അതായത് ബാബ കേൾപ്പിച്ച് തരുന്ന ജ്ഞാനമൊക്കെ മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നുമുണ്ട്. പക്ഷെ ബാപ്പൻ അതൊക്കെ പണ്ഡിതനെ പോലെ സ്വയം ചെയ്യാറില്ല, ബാക്കി എല്ലാവരോടും പറയും. അതുകൊണ്ട് ബാപ്പൻ ഏതുപോലെ പണ്ഡിതനെ കുറിച്ചുള്ള ബാബ കഥ കേൾപ്പിക്കാറുണ്ടല്ലോ. ഈ സമയത്തും ബാബ की याद से विषय सागर को पार कर क्षीर सागर में जाते हो ना. ഭക്തി മാർഗ में ढेर कथाएं बना दी है. ബാബ പറയുന്നത് ഇതിനെക്കുറിച്ച് ഭക്തിമാർഗത്തിൽ ഒത്തിരി കഥകളുണ്ട്. അതായത് ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കും, പക്ഷെ ഗുരുക്കന്മാർ സ്വയം ചെയ്യാറില്ല. അപ്പം അതേപോലെ ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികളും കൂടി ബാബയുടെ ഓർമ്മയിൽ ഇരുന്നു കൊണ്ട് ഈ വിഷസാഗരത്തിൽ നിന്നും ക്ഷീരസാഗരത്തിലേക്ക് കടക്കുകയാണ്. പണ്ഡിത് ഔറോं को कहा था राम नाम कहने से पार हो जाता. പണ്ടേതോ ഗുരു തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, പുഴ കടക്കുമ്പോൾ ശിഷ്യനോടല്ല, ഒരു വൃദ്ധയായ അമ്മയോട് പറഞ്ഞു കൊടുത്തു, രാമരാമ ജപിച്ചാൽ മതി, അപ്പം ഇക്കരയിൽ നിന്നും അക്കരയിലേക്ക് കടക്കാം. പറഞ്ഞാൽ ആ ഒരു നദിയെ മറികടക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആ മാതാജി അത്രയും ഭാവനയോട് കൂടി രാമനാമം ജപിച്ചു. അത് നദിയുടെ അപ്പുറത്തെ തീരത്തേക്ക് എത്തി. പക്ഷെ ഗുരുവിന് അപ്പോൾ പോലും കടക്കാൻ പറ്റിയില്ല എന്നാണ്. ലേക്കിൻ ഖുദ് ബിൽക്കുൽ झट खाते में आता, खुद विकारों में जाते रहना और दूसरों को कहना निर्विकारी बन. അപ്പോൾ പണ്ഡിതൻ ആ അമ്മയോട് പറഞ്ഞു കൊടുത്തപ്പോൾ ആ അമ്മ തീരമൊക്കെ താണ്ടി അപ്പുറത്തേക്ക് എത്തിപ്പോയി. പക്ഷെ അപ്പോഴും ഗുരു ഇവിടെ തന്നെ ഇക്കരയിൽ തന്നെ ആയിപ്പോയി. അതേപോലെ ബാബ പറയുന്ന ബ്രാഹ്മണരാണെങ്കിലും വികാരത്തിൽ പോയിക്കൊണ്ടിരിക്കെ മറ്റുള്ളവരോട് പറയാണ് നിർവികാരിയാകൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധ്യമാവാം? ഉൻകാ ക്യാ അസർ ഹോഗ? സ്വയം ധാരണയിലില്ല പവിത്രതയുടെ, എന്നിട്ട് മറ്റുള്ളവരോട് പറയണ നിർവികാരിയാകുമെന്ന് പറഞ്ഞാൽ ബാപ്പണ് അതെങ്ങനെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുക? യഹാ ബി കഹാ കഹാ സുനാനെ വാലോം സെ സുന്നേ വാലെ തീക്കെ ചലേ ജാത്തെ. അപ്പോൾ ബാബ പറഞ്ഞു തരണ ഇവിടെയും കേൾപ്പിക്കുന്നവരെക്കാളും കേൾക്കുന്നവരാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നത്. ജോ ബഹുത്തോं की सेवा करते वो जरूर सबको प्यारे लगते. അപ്പം അത്തരത്തിൽ അനേകരുടെ സേവ ചെയ്യുന്ന കുട്ടികൾ എന്താകും? അനേകർക്ക് പ്രിയരായിട്ട് മാറും. പണ്ഡിറ്റ് ജൂട്ട് നിക്കൽ പടാ തോ ഉസേ കോൻ പ്യാർ കരേഗ. ഇപ്പം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, പണ്ഡിതനെ പോലെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, പവിത്രമായിരിക്കണം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് സ്വയമിൻ്റെ ധാരണയിൽ അതില്ല എങ്കിൽ ബാബ പറയണ അവരാര് സ്നേഹിക്കാനാ? फिर प्यार उन पर चला जाएगा जो प्रैक्टिकल में याद करते. ആരാണ് പ്രാക്ടിക്കലി ചെയ്യുന്നത്, ബാബയെ ഓർമ്മിക്കുന്നത്, പവിത്രതയുടെ ധാരണയിലിരിക്കുന്നത്, ഓട്ടോമാറ്റിക് എല്ലാവരും അവരെ സ്നേഹിക്കാൻ തുടങ്ങും. അച്ഛെ മഹരത്യോ കോബി മായാഹബ് കർ ജാത്തി. ഈ ധാരണയുടെ കാര്യത്തിലാണ് ബാബ പറയണത് ഏറ്റക്കുറച്ചിലുകൾ വരുന്നത്. അപ്പം ബാബ പറയണ നല്ല നല്ല മഹരതികളെ പോലും പലപ്പോഴും മായ വിഴുങ്ങിപ്പോകാറുണ്ട്. ബാബ സംജാത്തി अभी तो कर्मातीत अवस्था नहीं बनी जब तक लड़ाई की तैयारी हो ना हो. ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരാണ് ഇനിയും ആരുടെയും കർമാതീത അവസ്ഥ എത്തിയിട്ടില്ല. എപ്പോൾ വരെ യുദ്ധത്തിൻ്റെ പൂർണ്ണ തയ്യാറെടുപ്പ് നടക്കുന്നില്ല അതുവരെ ബാബ പറയാണ് എന്താണ് കർമാതീത അവസ്ഥ ആരും എത്തുന്നില്ല. അപ്പം ലാസ്റ്റ് അപ്പോഴേ എല്ലാവരുടെ കർമാതീത അവസ്ഥയിലേക്ക് പോവുകയുള്ളൂ. ബാബ പറയുന്ന ഒരു ഭാഗത്ത് യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പ്, മറുഭാഗത്ത് നിങ്ങൾ കുട്ടികളുടെ കർമാതീത അവസ്ഥ എത്തണം. പൂരാ കണക്ഷൻ ഹേ ലഡായി പൂരി ഹോ ജാത്തി ട്രാൻസ്ഫർ ഹോ ജായക. അതുകൊണ്ട് ബാപ്പന് നിങ്ങളുടെ പുരുഷാർത്ഥം നിങ്ങളുടെ അവസ്ഥയ്ക്കും പിന്നീട് നടക്കാൻ പോകുന്ന യുദ്ധത്തിനും വളരെ കണക്ഷനുണ്ട്. നിങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ മാത്രമേ അവിടെ യുദ്ധം എന്താവുകയുള്ളൂ, പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ബാബ പറയണ അവിടെ പൂർണ്ണ യുദ്ധം നടക്കും, നിങ്ങൾ ട്രാൻസ്ഫറായി പോകും. പെഹലെ രുദ്രമാല ബന്തി. അപ്പം ആദ്യം എന്താകും? ബാബയുടെ കഴുത്തിലെ മാല തയ്യാറാകും. പറഞ്ഞ ലാസ്റ്റ് ബ്രാഹ്മണ മാല തയ്യാറാകും. അതിനെ ബാപ്പണ രുദ്രമാല. ഈ ബാത്തെ ഔർ കോയി നഹി ജാനത. പക്ഷെ ഇതൊന്നും ബാബ പറയണ ആരും അറിയുന്നില്ല. തും സമസ്തേ ഹോ ഇസ് ദുനിയാക്കോ ബദൽനാ ഹെ. അപ്പോൾ ബാബ പറയണ നിങ്ങൾ കുട്ടികൾക്കറിയാം ഈ ലോകം മാറേണ്ടതുണ്ട്. വോ സമസ്തേ ദുനിയാമേ അർജുൻ 40,000 വർഷേ. ലോകം മനസ്സിലാക്കുന്നത് ഇനിയും ഈ ലോകം 40,000 വർഷം ഇങ്ങനെ പോകുമെന്നാണ്.
ബാബ പറയുന്ന നിങ്ങൾ കുട്ടികൾക്കറിയാം വിനാശം മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ബാബ പറയുന്ന ലോകത്തിൻ്റെ കണക്കിൽ നിങ്ങൾ വളരെ ചുരുക്കം പേരേ ഉള്ളൂ, മൈനോറിറ്റിയേ ഉള്ളൂ. പക്ഷെ അപ്പുറത്തെ ഭാഗത്ത് ബാബ പറയുന്ന മെജോറിറ്റിയാണ്. തോ തുമാരെ കോൻ മാനേക. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം അപ്പുറത്ത് നിൽക്കുമ്പോൾ ബാപ്പണ് നിങ്ങൾ പറയുന്നത് ആരംഗീകരിക്കാനാണ്? ജബ് തുമാരി വൃദ്ധി ഹോ ജായേഗി ഫിർ തുമാരെ योग बल से बहुत खींच कर आएगा. എപ്പോഴാണോ ബാപ്പണ് നിങ്ങളുടെ സംഖ്യ വർദ്ധിക്കുന്നത്, നിങ്ങളുടെ യോഗബലം വർദ്ധിക്കുന്നത്, നിങ്ങളുടെ യോഗശക്തിയാണ് അവരെ പിന്നെ ആകർഷിച്ചിവിടെ എത്തിക്കാം. ജിത്തന തുമാരെ സെ കട്ട് നിക്കൽത്തി ജായേഗ ഉത്തന ബൽ ബർത്താ ജായേഗ. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താ? ബാബ പറഞ്ഞ് നല്ലോണം ബാബയെ ഓർമ്മിക്കുക. അതോടെ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന അഴുക്കുകളും കറകളും ഇല്ലാതാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ശക്തി നിറയാൻ തുടങ്ങും. ഐസേ നെയ്ക്ക് ബാബ ജാനി ജാനൻഹാർ ഹെ നഹി. ഇനി ബാബ പറയുന്ന എല്ലാം അറിയുന്നവനാണെന്ന് ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഉള്ള അറിയുന്നവൻ എന്നുള്ള അർത്ഥമല്ല. സബീക്ക് അവസ്ഥവും കൊ ജാനത്തെ ഹെ. ഇനി എല്ലാവരുടെ അവസ്ഥയെക്കുറിച്ച് ബാബയ്ക്ക് അറിയാമെന്നല്ല. ബാബ് ബച്ചോക്ക് അവസ്ഥക്കോ നഹി ജാനേങ്കെ. ബാപ്പണ് ഏത് അച്ഛനാണ് സ്വന്തം മക്കളുടെ അവസ്ഥ അറിയാത്തത് അല്ലേ? അതുപോലെ ബാബയ്ക്ക് അറിയാം. സബ് കുച്ച് മാലം റഹത്ത. ബാബയ്ക്ക് എല്ലാം മനസ്സിലാകും. അബീത്തോ കർമാതീത അവസ്ഥ ഹോ നാ സക്കെ. അതുകൊണ്ടാണ് ബാപ്പണ് ഇപ്പോഴും ആരും കർമാതീത അവസ്ഥ എത്തിയിട്ടില്ല. കടി കടി ബൂലെ ഹോനാ ബി സംഭവ് ഹേ മഹാരഥ്യോ സെ ബി ഹോത്ത. അപ്പോൾ ബാപ്പണീൻ്റെ ഇടയ്ക്ക്, അതായത് വിനാശത്തിൻ്റെ നിങ്ങളുടെ കർമാതീത അവസ്ഥ എത്തുന്നതിൻ്റെ ഇടയ്ക്ക് ബാപ്പണ് പലപ്പോഴും കടുത്ത തെറ്റുകളൊക്കെ സംഭവിക്കാം. മഹാരഥികളുടെ ഭാഗത്തുനിന്നും അങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കാം. ബാജി ചലൻ ചാൽ ചലൻ ആദി സഭി പ്രസിദ്ധോ ജാതി അഭിത്തോ ദൈവീ ചലൻ ബനാനി ഹെ. പാപ്പണ് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെയാണ് നിങ്ങളുടെ പ്രസിദ്ധി ഉണ്ടാവുക അല്ലേ? നിങ്ങളുടെ സംസാര രീതികൾ, നിങ്ങളുടെ നടപ്പ്, പെരുമാറ്റം, ഇതൊക്കെ ബാപ്പണ പ്രസിദ്ധി ആർജിക്കും. അതുകൊണ്ട് ബാബപ്പണ് നിങ്ങളുടെ നടപ്പ് വളരെ ദൈവീകമായിരിക്കണം. ഇതുപോലെ ദേവത സർവഗുണ സമ്പന്നരാണല്ലോ. അപ്പോൾ ബാപ്പണ് അതുപോലെ തന്നെ ആയിരിക്കണം സംഗമയുഗത്തിൽ നമ്മളും ആകേണ്ടത്. പരന്തു മായ കിസി കോ ഭി നഹി ചോടത്തി ചുയ്മുയി ബനാ ദേത്തി ഹെ. പക്ഷെ ബാപ്പണ് അത്ര നിസ്സാരക്കാരിയല്ല മായ. മായ ആരും വെറുതെ വിടാറില്ല. ബാപ്പണ് തൊട്ടാവാടികളാക്കി മാറ്റും. 5 सीढ़ी है ना, ദേഹാഭിമാൻ ആനെ സെ ഊപ്പർ സെ ഏകദം ഗിർത്തേ ഹെ. ബാപ്പണ് 5 നിലകളുണ്ട്, പറഞ്ഞ 5 വികാരങ്ങളുണ്ട്. അപ്പോൾ ദേഹാഭിമാനത്തിൽ വരുമ്പോൾ തന്നെ ബാബ പറഞ്ഞ ആ 5 നിലയുടെ മുകളിൽ നിന്നും വീണ പോലെയാണ്. ഗിര ഓർ മറ. ബാബണ ആ ഒരു വീഴ്ച ദേഹാഭിമാനത്തിൽ വരിക പറഞ്ഞ 5 തട്ടുകളിൻ്റെ മുകളിൽ നിന്നും വീഴുക, അതോടെ തന്നെ മരണം സംഭവിക്കുന്നു വെച്ചാൽ ബാബയെ വിട്ടുപോകും, ബാബയിൽ നിന്നും മുഖം തിരിക്കും. ആജ്കൽ അപ്പനേക്കോ മാർനെ ലിയെ കേസെ കേസെ ഉപ്പായ കർത്തെ 20 मंजिल से गिरकर एकदम खत्म हो जाता. വർത്തമാന സമയത്ത് ബാപ്പണ സുസൈഡ് കേസുകൾ ധാരാളം ഉണ്ട്. അപ്പോൾ സ്വയം ഹത്യ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ഉപായങ്ങൾ കണ്ടെത്താറുണ്ട്. അതിലൊരു ഉപായമാണ് 20ാം നിലയുടെ മുകളിൽ നിന്നും കയറി ചാടുക എന്നുള്ളത്. ഹൈസെ ബി നാ ഹോ കി ഹോസ്പിറ്റൽ മേ പടേ രഹേ ദുഃഖ് ഭോഗേ ഫിർ കോയി അപ്പനേക്കോ ആഗ് ലഗാ ദേഗ. ബാബ പറയണ അത്തരത്തിലാകരുത്. വീണ ഉടനെ മരണം സംഭവിക്കുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസായി കാലാകാലം അവിടെ ഇരിക്കേണ്ടതായി വരുമ്പോൾ എത്ര ദുഃഖം വേദന അനുഭവിക്കേണ്ടതായിട്ട് വരും. ചിലരെന്ത് ചെയ്യും? തീ കൊളുത്തും. കിത്തനെ ബച്ചാലിയ തോ കിത്തന ദുഃഖ് ഭോക്ത. മരിക്കാൻ വേണ്ടി തീ കൊളുത്തി മരിച്ചാൽ നല്ലത്. അല്ലെങ്കിൽ ബാബ പറയണ അതും എത്ര വേദനാജനകമായിരിക്കും. ആരെങ്കിലും അഥവാ രക്ഷപ്പെടുത്തിയാൽ ജൽ ജായെങ്കി തോ ആത്മാ ഭാഗ് ജായേ ഇസ്ലിയെ ജീവഘാത് കർത്തെ അല്ലേ? ദേഹത്തെ കത്തിച്ചാൽ ആത്മാ അതിൽ നിന്ന് വിട്ടു പോകും. അതുകൊണ്ടാണ് ജീവഹത്യ ചെയ്യുന്നത്. സമസ്തേ ജീവഘാത് കർണേസെ ദുഃഖസെ ചൂട്ട് ജായക. അങ്ങനെ ഒരു വിശ്വാസമാണ്. എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ അല്ലേ, ജീവിതത്തിൽ ഒന്നും ഫേസ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ എന്തു ചെയ്യും? ജീവഹത്യ ചെയ്യും. അപ്പോൾ അവർ വിചാരിക്കും അതോടെ ദുഃഖത്തിൽ നിന്നും മുക്തനാകുമെന്ന്. ജോഷ് ആത്താഹേ തോ ബസ്. ആ ഒരു സമയത്തുണ്ടാകുന്ന, ആ ഒരു നിമിഷ നേരത്തേക്ക് ഉണ്ടാകുന്ന ആ ഒരു ആവേശത്തിലാണ് ഇതൊക്കെ ചെയ്തു പോകുന്നത്. കൈ തോ ഹോസ്പിറ്റൽ മേ കിത്തനെ ദുഃഖ് ഭോഗ്തേ ഡോക്ടർ സമസ്തേ കി ദുഃഖ് സെ ചൂട്ട് നഹീ സക്താ.
അപ്പോൾ അത്തരത്തിലുള്ള ഹത്യയ്ക്ക് ശ്രമിക്കുമ്പോഴും ചിലപ്പോൾ അവർ രക്ഷപ്പെടുകയാണെങ്കിൽ 3/4 ഭാഗം അവർക്ക് പരിക്കേൽക്കുകയാണെങ്കിൽ അവർ ഹോസ്പിറ്റലൈസ്ഡായി എത്രമാത്രം ദുഃഖം വേദന അനുഭവിക്കേണ്ടതായി വരും. പലപ്പോഴും ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞു പോകും. അതായത് അവർക്ക് അറിയാൻ പറ്റും ഇവർക്കൊരിക്കലും ഈ ദുഃഖത്തിൽ നിന്നും മോചനം ഉണ്ടാവില്ലാന്നും. ഇൻസേ തോ അച്ഛ ഗോലി ദേ തോ ഖത്തം ഹോ ജായേ. അതിനേക്കാൾ നല്ലത് അവർക്ക് ദയാമരണം, ഇഞ്ചക്ഷൻ കുത്തി അത് വല്ല ഗുളിക കൊടുത്ത് അവരെ ഇല്ലാതാക്കുക എന്നുള്ളത്. പരന്തു വോ സമസ്തേ ഐസേ ഗോലി ദേന മഹാപാപ. എന്നാലും അത് ചെയ്യാറില്ല ഡോക്ടേഴ്സ്. കാരണം അത് മഹാപാപം എന്നുള്ളത് അവർക്കറിയാം. ഹത്യയ്ക്ക് അതൊരു കൊലയ്ക്ക് തുല്യമാണ് അത്. तो आत्मा खुद कहती है इस पीड़ा भोगने से अच्छा है शरीर छोड़ दे. അപ്പോൾ ആത്മാവും തന്നെ തിരിച്ചറിയാൻ തുടങ്ങും ഈ നരകവേദന അനുഭവിക്കുന്നതിനേക്കാളും എങ്ങനെയെങ്കിലും ഈ ശരീരം വിട്ടാൽ മതി, മരിച്ചാൽ മതി എന്ന് തോന്നലുകൾ വരും. അപ്പോൾ ഈ ശരീർ കോൺ ചുടാവേ, പക്ഷെ അതിൽ നിന്ന് ആര് മോചിപ്പിക്കുക അവരെ? യഹേ അപാർ ദുഃഖം കി ദുനിയ. ബാബ പറഞ്ഞു ഇത് അപാര ദുഃഖങ്ങളുടെ ലോകമാണ്. വഹാഹേ അപാര സുഖ്. ബാബ പറയുന്ന സത്യുഗത്തിൽ അപാര സുഖവും. तुम बच्चे समझते हो हम अभी रिटर्न होते हैं, दुखदाम से सुखदाम जाते तो उनको याद करना. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കറിയാം ഇപ്പോൾ തിരികെ പോകേണ്ടത് സമയമായി. ദുഃഖധാമത്തിൽ നിന്ന് സുഖധാമത്തിലേക്ക് നമ്മൾ പോകണം. അതുകൊണ്ട് ഓർമ്മിക്കേണ്ടത് ആരെയാ? സുഖധാമത്തെ. ബാബ പറയുന്ന ഇപ്പോൾ നമ്മൾ സംഗമയുഗത്തിലാണ്. ബാബ വന്നിരിക്കുന്നത് സംഗമയുഗത്തിലാണ്. അതും ഈ പഴയ ലോകത്തെ പരിവർത്തനപ്പെടുത്തേണ്ട ഈ സമയത്ത്. तो बाबा कहते मैं आया हूँ तुम बच्चों को सर्व दुखों से छुड़ाकर नई पावन दुनिया में ले चलने. ബാബ പറയാണ് നിങ്ങൾ കുട്ടികളെ സർവ്വ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിച്ച് പുതിയ പാവന ലോകത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ വന്നിരിക്കുകയാണ്. പാവൻ ദുനിയാമേ തോടെ രഹത്തെ ഹെ. ബാബ പറയുന്നത് പാവന ലോകത്തിൽ വളരെ കുറച്ചു പേരായിരുന്നല്ലോ. യഹാ തോ ബഹുത്തെ പതീത് ബനെ ഹി ഇസ്ലിയെ ബുലാത്തെ ഹെ പതീത് പാവൻ. ബാപ്പണി ഇവിടെയോ ജനസംഖ്യ വർദ്ധിച്ചു, എല്ലാവരും പതീതരായി മാറി. അതുകൊണ്ടാണല്ലോ പതീത പാവനായ ബാബയെ വിളിക്കുന്നത്. ये थोड़े ही समझते कि हम महाकाल को बुलाते कि हमें इस चीची दुनिया से घर ले चलो. അവരാരും മനസ്സിലാക്കുന്നില്ലല്ലോ വിളിക്കുന്നത് ഭഗവാനെയാണ്, പക്ഷെ അവൻ മഹാകാലനാണെന്നുള്ളതും അറിയുന്നില്ല. നമ്മൾ പറയുന്നത് എന്താ? ഈ മോശമായ ലോകത്തിൽ നിന്നും നമ്മളെ അങ്ങകലെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്നാണ്. जरूर बाबा आएगा सब मरेगा तब तो पीस होगी ना. അപ്പം നമുക്കറിയാം തീർച്ചയായിട്ടും ആ മഹാകാലനായിരിക്കുന്ന ഭഗവാൻ വരും. അതോടെ എല്ലാവർക്കും മരണം സംഭവിക്കും, തിരിച്ചു കൊണ്ടുപോകേണ്ടതല്ലേ. അതോടെ ബാബ പറഞ്ഞ പരിപൂർണ ശാന്തി ഉണ്ടാകും. കാരണം ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് ശാന്തി എന്നാണ്. ശാന്തി ഉണ്ടാകുന്നത് ശാന്തിധാമത്തിലാണല്ലോ. പരന്തു ഇസ് ദുനിയാമേ ശാന്തി കൈസേ സോ. ഈ ലോകത്തിലാണ് നമുക്ക് ശാന്തി ആഗ്രഹിക്കുന്നത്. ബാപ്പണ് എങ്ങനെ ഈ ലോകത്ത് ശാന്തി ഉണ്ടാകാനാ? ബാബ പറയണ ഇത്രയധികം മനുഷ്യസംഖ്യ ഉണ്ടാകുമ്പോൾ ഇവിടെ എങ്ങനെ ശാന്തി ഉണ്ടാവുക? സത്യുഗമേത്തോ സുഖ ശാന്തി തി. ബാപ്പനുണ്ടായിരുന്നു എപ്പോൾ? സത്യുഗത്തിൽ സുഖവും ശാന്തിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാബ പറയണ ഇത് കലിയുഗമാണ്, ഇവിടെ കൂടുതൽ സംഖ്യയുണ്ട്. കാരണം എന്താ? ഇവിടെ അനേക ധർമ്മമുണ്ട്. वो जब खत्म हो एक धर्म की स्थापना हो तब तो सुख शांति हो. ബാബ പറഞ്ഞ അനേക ധർമ്മം ഇല്ലാതാവുകയും ഏക സത്യധർമ്മത്തിൻ്റെ സ്ഥാപനം ഉണ്ടാവുകയും അതോടെ ഈ ലോകത്തിൽ എന്തുണ്ടാകും? സുഖവും ശാന്തിയും ഉണ്ടാകും. ആഹാക്കാർ കെ ബാദ് വേ ജയ് ജയ്ക്കാർ ഹോത്തി ഹെ. എന്ന് വെച്ചാൽ വിനാശത്തിന് ശേഷമാണ് സ്വർഗരാജ്യം വരിക, എന്ന് വെച്ചാൽ ജയഘോഷം ഉണ്ടാവുക. ആഗേ ചൽ ദേഖ്ന മൗത്ത് കാ ബാസാർ കിത്തന ഗരം ഹോത്താ. പാപ്പണി ഇപ്പം മരണസംഖ്യ അത്രയും വർധന ഇല്ല എങ്കിലും ഇനി വരുന്ന കാലങ്ങൾ ബാബ പറയാണ് മരണത്തിൻ്റെ മാർക്കറ്റ് തന്നെ വളരെ എന്താകും? കൂടുതലായിത്തീരും. അപ്പോൾ അത്ര ബാപ്പണ് അത്രയും സംഖ്യ വർദ്ധിക്കും, ചൂട് കൂടും. ബാബണ് ഓരോ ദിവസം ഓരോ സെക്കൻഡ് മരണങ്ങളുടെ വാർത്തകളായിരിക്കും. അതും എങ്ങനെയുള്ള മരണങ്ങളായിരിക്കാം? ബാബ പറയുന്ന ബോംബ്സിലൂടെ തീപിടുത്തങ്ങൾ ഉണ്ടാകാം. ആകെ ചൽ ദേखेंगे तो बहुतों कहेंगे बरोबर विनाश होगा. ഇനി വരുന്ന സമയങ്ങളിൽ മനുഷ്യൻ്റെ മരണാവസ്ഥകൾ കാണുമ്പോൾ, ലോകത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ മനുഷ്യർക്ക് തന്നെ ബോധം ഉദിക്കാൻ തുടങ്ങും. വിനാശം സമയം എടുത്തു, വിനാശം സംഭവിക്കുകയാണ്. തും ബच्चे जानते कि सृष्टि का चक्र कैसे फिरता विनाश तो होना ही है. ഇപ്പം നമ്മൾ കുട്ടികൾക്കറിയാം ഈ സൃഷ്ടിചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്. ഇപ്പോൾ വിനാശത്തിൻ്റെ സമയമാണ്, വിനാശം എങ്ങനെ നടക്കുന്നു എന്നും മനസ്സിലാകും.
ബാബ പറഞ്ഞ ഏകധർമ്മത്തിൻ്റെ സ്ഥാപനയാണ് ബാബ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ബാബ രാജയോഗം പഠിപ്പിക്കുകയാണ്. ബാക്കി ബാബ പറഞ്ഞ എല്ലാ അനേക ധർമ്മങ്ങൾ ഏതാണോ ഉള്ളത് അതെല്ലാം ഇല്ലാതാകും. ഗീത മേ കുച്ച് ദിക്കായാ നഹി ഫിർ ഗീത പഠനയ്ക്ക് റിസൾട്ട് ക്യാ. ബാപ്പണെ ഇതൊന്നും ഗീതയിൽ എഴുതിയിട്ടില്ല. പക്ഷെ ബാപ്പണെ ഗീത വായിക്കുന്നതിലൂടെ അതിൻ്റെ റിസൾട്ട് എന്താ? ദിക്കാത്തെ പ്രളയം ഹോഗൈ. ശാസ്ത്രത്തിൽ കാണിക്കുന്നത് പ്രളയം സംഭവിച്ചു എന്നാണ്, മൊത്തത്തിൽ ജലമയമായി എന്നുള്ളതാണ്. പരന്തു സാരി ദുനിയ ജലമയ നഹി ഹോത്തി. പക്ഷെ ബാപ്പണ് അങ്ങനെ മുഴുവൻ ലോകവും എന്താകുന്നില്ല, ജലമയമാകുന്നില്ല. ബാബ പറഞ്ഞ അതിൽ ഭാരതം അവിനാശി പവിത്ര ഖണ്ഡമാണ്. ഉസ്മേ ബി അബു സബ്സെ പവിത്ര തീർത്ഥസ്ഥാൻ ഹെ. ആ ഭാരതത്തിൽ അബു പർവ്വതമാണ് ഏറ്റവും പവിത്രമായ തീർത്ഥസ്ഥാനം. അവിടെയാണ് ബാബ വരുന്നതും സർവർക്ക് സദ്ഗതി നൽകുന്നതും. ദിൽവാഡ മന്ദിർ കേസെ അച്ഛ യാദ്ഗാർ ഹെ, കിത്തന അർത്ഥ സഹിത്. അപ്പോൾ ബാബ പറയണ ബാബ വന്നതിൻ്റെയും ബ്രാഹ്മണ പരിവാരത്തിൻ്റെ തപസ്സിൻ്റെയും ബാപ്പണ് എത്ര നല്ല സ്മാരകമാണ് ആ ദിൽവാഡ ക്ഷേത്രം. അർത്ഥസഹിതമായിട്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. പരന്തു ജിനോനെ ബൻവായ വോ നഹി ജാനത്തെ. പക്ഷെ ആരാണോ ആ ക്ഷേത്രം പണിയാൻ നിമിത്തമായത് അവർക്ക് പോലും അതിൻ്റെ രഹസ്യം അറിയില്ല. ഫിർ ബി അച്ഛേ സമജ്ദാർ തോ തേന. എന്നിരുന്നാലും അങ്ങനൊരു ക്ഷേത്രം പണിതു. അതുകൊണ്ട് ബാപ്പണ് അവർ എത്രമാത്രം ബുദ്ധിശാലി ആയിരിക്കാം. ദ്വാപർ മേ ജറൂർ അച്ഛേ സമജ്ദാർ ഹോങ്കെ. ദ്വാപരീകത്തിലാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ ലാസ്റ്റിലേക്ക് വരുമ്പോൾ അപ്പോൾ ബാപ്പണ് നല്ല ബുദ്ധിശാലികളായിരുന്നിട്ടുണ്ടാകാം. കലിയുഗത്തിൽ ബാപ്പണ് എല്ലാവരുടെ അവസ്ഥ തമോ പ്രധാനമാണ്. അതുകൊണ്ട് ബുദ്ധി തമോ പ്രധാനമായിരിക്കും. സബീ മന്ദിരോ സേ ഊഞ്ചേ ജഹാ തും ബൈഠേ ഹോ. ബാബ പറയുന്ന എല്ലാ ക്ഷേത്രങ്ങളിൽ വെച്ച് സർവശ്രേഷ്ഠമായിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഭൂമി. തും ജാനത്തെ ഹം ഹേ ചൈതന്യ വോ ഹമാര ഹി ജഡി യാദ്ഗാർ ഹെ. അല്ലേ, മധുബന ഭൂമിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ തീർത്ഥസ്ഥാനം അഥവാ ക്ഷേത്രം. കാരണം സ്വയം ശിവൻ അവതരിക്കുന്നതാണ്. അപ്പോൾ ബാബ പറഞ്ഞ അവിടെ നിങ്ങൾ ചൈതന്യത്തിലാണ് തപസ് ചെയ്യുന്നത്, ബാക്കിയെല്ലാം ജഡസ്മാരകമാണല്ലോ. ബാക്കി കുച്ച് സമയം മന്ദിർ ആദി ഓർ ബി ബനത്തെ രഹേഗ. ഇനിയും കുറച്ച് നാളുകൾ ക്ഷേത്രങ്ങളൊക്കെ പണിതുകൊണ്ടേയിരിക്കും. ഫിർ തോ ടൂട്ടനേക്കാ സമയം ആയേഗ. പിന്നെന്താകും, ഇതെല്ലാം നശിക്കാൻ തുടങ്ങും. സബ് മന്ദിർ ആദി ടൂട്ട് ജായേഗ, ഹോൾസെയിൽ മൗത്ത് ഹോഗ. ബാപ്പണ് ഇനി വരുന്ന ദൃശ്യങ്ങൾ ഇതായിരിക്കും. ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ എന്താകും, പൊട്ടി നശിക്കാൻ തുടങ്ങും. ഹോൾസെയിൽ മരണങ്ങളുണ്ടാകും. അതോടെ ബാപ്പണ് മഹാഭാരത യുദ്ധം അവിടെ ആരംഭിക്കും. അതോടെ തന്നെ ബാപ്പണ് പൂർണ്ണമായി വിനാശത്തിലേക്ക് കടക്കും. യബീത്തും സമസ്തേ ഹോ ബാബ് സംഘം പരിഹി ആത്താം. പക്ഷെ ഇവിടെ നമ്മൾ കുട്ടികൾക്ക് അറിയാം ബാബ വരുന്നത് സംഘം യുഗത്തിലാണ്. അന്ന് മുതൽക്കേ തുടക്കം കുറിക്കല് വിനാശത്തിൻ്റെ. അപ്പോൾ ബാബ വന്നിരിക്കുന്നത് തന്നെ ഈ രഥത്തിലാണ്. കാരണം ബാബയ്ക്ക് സാകാരത്തിൽ വരണമെങ്കിൽ പ്രകൃതിയുടെ ആധാരം ആവശ്യമാണ്. ആത്മാ ജബ് ശരീർ മേ ആത്തി തബ് ഹി ചുർപുർ ഹോത്തി. ബാപ്പണ് ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ല ചലനമുണ്ടാകുന്നത്. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ ശരീരം ജഡമായി മാറും. तो बाप समझाते अभी तुम घर जाते हो, तुम्हें ലക്ഷ്മി നാരായൺ ജേസ ബന്ന. അപ്പോൾ ബാബ പറയണ ഞാൻ വന്നിരിക്കുകയാണ്, നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് മടങ്ങണം. അതുകൊണ്ട് ബാപ്പണ് നിങ്ങൾ ലക്ഷ്മി നാരായണനെ പോലെ ആകണം. തോ ഐസാ ഗുണ ബി ചാഹിയേ ന. ദേവതയാകേണ്ടവരാണ്. അതുകൊണ്ട് ബാപ്പണ് നമ്മളിൽ എന്തുണ്ടാകണം, അതുപോലെയുള്ള ഗുണങ്ങളും ഉണ്ടാകണം. തും ബच्चे इस खेल को भी जानती हो, ये खेल कितना वंडरफुल बना हुआ. അപ്പോൾ ബാപ്പണ് നിങ്ങൾക്ക് ഈ മുഴുവൻ സൃഷ്ടിയുടെ കളി അറിയാം. എത്ര അത്ഭുതകരമായിട്ടാണ് ഈ സൃഷ്ടിയുടെ കളികൾ ഉണ്ടാക്കിയത്. ഇസ് കേൽ കാ രാസ് ബാബ സംജാത്തെ. അപ്പോൾ ഈ സൃഷ്ടി നാടകത്തിൻ്റെ ഈ കളിയുടെ രഹസ്യം ബാബ മനസ്സിലാക്കി തരാണ്. അപ്പോൾ നമ്മുടെ അച്ഛൻ ആരാ? നോളജ്ഫുള്ളാണ്, ബീജരൂപനാണ്. ബാബ് ആക്ക സാരെ വൃക്ഷയ്ക്ക് നോളജ് ദേത്താ. കാരണം ബാബ നോളജ്ഫുള്ളാണ്, ബീജരൂപനാണല്ലോ. ബാബ തന്നെയാണ് വന്ന് മുഴുവൻ വൃക്ഷത്തിൻ്റെ ജ്ഞാനം നൽകുന്നത്. ഇതിൽ എന്തെന്തൊക്കെ നടക്കുന്നു എന്നുള്ളതും ഇതിൽ എത്രമാത്രം നിങ്ങൾ പാർട്ട് അഭിനയിക്കുന്നു എന്നുള്ളതും. ബാബ പറയുന്നു, അരക്കൽപ്പം ദൈവീ രാജ്യമാണെങ്കിൽ അരക്കൽപ്പത്തോളം ആസുരീയ രാജ്യം നടക്കും. തോ അച്ഛേ അച്ഛേ ബच्चे भी उनकी बुद्धि में सारी नॉलेज रहती. ഇപ്പം നല്ല നല്ല കുട്ടികളുടെ ബുദ്ധിയിൽ ബാബ നൽകിയിരിക്കുന്ന മുഴുവൻ ജ്ഞാനവും ഉണ്ടായിരിക്കും. ബാബ നമ്മൾ ഓരോരുത്തരെയും ബാബയ്ക്ക് സമാന ടീച്ചറാക്കി മാറ്റുകയാണ്. പക്ഷെ ബാപ്പയുടെ ടീച്ചർമാരാകുന്നതിലും നമ്പർ വാറാണല്ലോ. കൈ തോ ടീച്ചർ ഹോക്കർ ഫിർ ബിഗഡ് പഠിത്ത. ബാപ്പണ് ചില കുട്ടികൾ ബാബയെ പോലെ ടീച്ചർ ആയിരിക്കാം, പക്ഷെ ബാപ്പണ് അവർ അതുപോലെ തന്നെ മോശമായി മാറുന്നവരും ഉണ്ട്.
ബഹുത്തോം കോ സിക്ലാക്കർ കുത് ഖത്തം ഹോ ജാത്ത. എന്ന് വെച്ചാൽ ബാപ്പണ് അനേകർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു, പിന്നീട് അവർ തന്നെ ഇല്ലാതാകുന്നൊരവസ്ഥ. ചോട്ടെ ചോട്ടെ ബച്ചോമേ ഭിൻ ഭിൻ സംസ്കാർ ഹോത്ത. കൊച്ചു കൊച്ചു മക്കളാകുമ്പോൾ അവരിൽ വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉണ്ടാകും. तो बाप समझाते यहाँ भी जो ज्ञान ठीक रीति नहीं उठाते, चलन नहीं सुधारते, वो बहुतों को दुख देने के निमित्त बन जाता. അപ്പോൾ സാധാരണ കുട്ടികൾ അങ്ങനെയാണല്ലോ, ചിലർ നല്ല കുട്ടികളുണ്ട്, ചിലർ മോശ വികൃതിയുള്ള കുട്ടികളുണ്ടാകും. അപ്പം അതേപോലെ തന്നെയാണ് ഇവിടെയും. അതായത് ജ്ഞാനം നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിൽ, അവരുടെ നടപ്പ് നല്ല രീതിയിൽ മാറ്റം വരുത്താൻ പറ്റില്ല എങ്കിൽ അവർ അനേകർക്ക് ദുഃഖം നൽകാൻ നിമിത്തമായി മാറുന്നവരുണ്ട്. वो भी शास्त्रों में दिखाया, असुर छिप कर बैठते थे, फिर बाहर जाकर ट्रेटर बन कितना तंग करते थे. ശാസ്ത്രങ്ങളിൽ അതിൻ്റെ കഥയുണ്ടല്ലോ അല്ലേ. എന്താണ്, ഇന്ദ്രസഭയിൽ അസുരനെയും കൊണ്ടുവന്ന് ഒളിപ്പിച്ചിരുത്തുന്ന രീതികളൊക്കെ. അപ്പോൾ ബാപ്പൻ അതുപോലെ തന്നെ അവരിവിടെ ഇരിക്കുകയും ചെയ്യും, പുറമെ പോയി നിന്ദകരായി മാറുകയും ചെയ്യുന്നുണ്ട്. ഏതോ സബി ഹോത്താഹി റത്ത. ബാപ്പൻ ഇങ്ങനെയൊക്കെ നടക്കും. ചിലർ വന്നാലും ബാബയുടേതായാലും ചിലപ്പോൾ സറണ്ടറിലാണെങ്കിലും ബാപ്പണി ചിലപ്പോൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റമൊന്നും കാണണമെന്നില്ല. അതുകൊണ്ട് ബാപ്പണി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഊഞ്ചത്തെ ഊഞ്ച് ബാബ് ജോ സ്വർഗക്ക് സ്ഥാപന കർത്തെ തോ കിത്തനെ വിഘ്നരൂപൻ പടുത്തെ. ഉയർന്നതിലും ഉയർന്ന ബാബ സ്വർഗത്തിൻ്റെ സ്ഥാപനം ചെയ്യുമ്പോൾ എത്ര പേര് വിഘ്നരൂപമായി മാറുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ബാബ പറയുന്നത്, നിങ്ങൾ ആരെയും നോക്കല്ലേ, ബാബയെ നോക്ക്, ബാബയെ ഫോളോ ചെയ്യുക. ബാബ കാരണം ഓരോരുത്തർക്കും ഡയറക്ഷൻ മുരളിയിലൂടെയല്ല തരുന്നത്. അപ്പം അതുകൊണ്ട് ബാബ പറയണ അതിനെ മാത്രം അനുസരിക്കുക. തോ ബാബ് സംജാത്തി തും ബച്ചേ സുഖശാന്തിക്ക് ടവർ ഹോ. ബാബ പറയണ നിങ്ങൾ ഓരോ കുട്ടികളും ആരായി മാറണം, സുഖശാന്തിയുടെ ശിഖരങ്ങളായി മാറണം, വളരെയധികം റോയൽ ആയിരിക്കണം. തുംസേ റോയൽ ഈ സമയം കൊയ് ഹോത്താ നഹി. ബാപ്പണ നിങ്ങളെ പോലെ റോയൽ ആയിരിക്കാൻ ആർക്കും പറ്റുകയില്ല. ഏതിൻ്റെ ആധാരത്തിൽ? ഗുണങ്ങൾ അല്ലേ. ബേഹദ് കെ ബാപ് കെ ബച്ചി ഹോ തോ കിത്തന മീഠാ ഹോക്കർ ചലനാ ചാഹിയെ. പരിധിയില്ലാത്ത അച്ഛൻ്റെ മക്കൾ എത്രമാത്രം മാധുര്യത്തോടു കൂടി നടക്കണം. കിസിക്കോ ദുഃഖ് നഹി ദേന. ബാപ്പൺ ആർക്കും ദുഃഖം കൊടുക്കരുത്. ബാപ്പൺ ആരെങ്ങനെയുള്ള സ്വഭാവമുള്ളവരാകട്ടെ, പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് ശ്രദ്ധ വേണം. എന്നിലൂടെ അങ്ങനത്തെ ഒരു അബദ്ധവും തെറ്റും സംഭവിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ബാബ പറയണ അല്ല എങ്കിൽ നമ്മളിപ്പോൾ ദുഃഖം കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേദന കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവസാന സമയത്ത് ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മയിൽ വരിക. പിന്നെ സജായിക്കാനി ഹോഗി, പിന്നീട് അതിനനുസരിച്ച് ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. തോ ബാബ കേത്തെ അബി തോ ഗർ ചലന. ബാബ ഇപ്പോൾ മക്കളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? വീട്ടിലേക്ക് പോകാമെന്നാണ് പറയുന്നത്. സൂക്ഷ്മധനത്തിൽ ബച്ചോങ്കോ ബ്രഹ്മക്ക സാക്ഷാത്കാർ ഹോത്ത. സൂക്ഷ്മധനത്തിൽ മക്കൾക്ക് ബ്രഹ്മ ബാബയുടെ സാക്ഷാത്കാരം ഉണ്ടാകും. इसलिए तुम भी ऐसे सूक्ष्मतनवासी बनो, ബാബയെ പോലെ, ബ്രഹ്മ ബാബയെ പോലെ ബാപ്പയുടെ മാലാഖമാരാകുക, സൂക്ഷ്മതനവാസികളായി മാറ്. മൂവിക്ക് പ്രാക്ടീസ് കർണി, ശബ്ദത്തിൽ വരുന്നത് കുറയ്ക്കുകയെന്ന് അല്ലേ. എത്ര ശബ്ദത്തിലേക്ക് വരിക നമ്മളൊക്കെ. അതുകൊണ്ട് ബാപ്പണ് ശബ്ദത്തിൽ വരാതെ ബാപ്പണ് മൂവി ആയിരിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ, കേൾക്കാനുണ്ടോ, ആംഗ്യത്തിലൂടെ പറയും. ബഹുത് കം ബോൽന എന്ന് വെച്ചാൽ ബാപ്പ പറയുന്നത് വളരെ കുറച്ച് സംസാരിക്കുക. അതും എങ്ങനെയുള്ള വാക്കുകളായിരിക്കണം? മധുരം, മറ്റുള്ളവരുടെ മനസ്സിനെ നോവിക്കുന്ന വിധത്തിലുള്ള വാക്കുകൾ ആയിരിക്കരുത്. നമ്മളുടെ പെരുമാറ്റത്തിലൂടെ പോലും അവർക്ക് നോവ് ഉണ്ടാക്കരുത്. കാരണം നമ്മളാരാ? സുഖദാതാവിൻ്റെ മക്കളാണ്, സുഖസ്വരൂപങ്ങളാണ് അല്ലേ. അപ്പം അതുകൊണ്ടാണ് ബാബ പറയണത് നിങ്ങളുടെ വാക്കുകളിൽ മാധുര്യം ഉണ്ടാകണം. ഇനി കുറച്ച് മാത്രം സംസാരിക്കുക. അത്തരത്തിലുള്ള പുരുഷാർത്ഥം ചെയ്ത് പാപ്പണ് നിങ്ങൾ ശാന്തിയുടെ ശിഖരമായി മാറണം. ഇവിടെ വീട്ടിലുള്ളവരോടെല്ലാം നമ്മൾ എതിർത്തും ദേഷ്യപ്പെട്ട് സംസാരിക്കും. എന്നിട്ട് നാട്ടിലുള്ളവരോട് മാത്രം വളരെ പുഞ്ചിരിച്ച് ചിരിച്ചുകൊണ്ട് അവർക്ക് സുഖം കൊടുക്കലെന്ത് ശാന്തി വാരിക്കോരി കൊടുക്കും. അതേ നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല, പിന്നെ നമ്മൾ എന്ത് മാറിയെന്നാ പറയാൻ പറ്റുക അല്ലേ. അപ്പം അതുകൊണ്ട് ബാബ പറയണ എല്ലാവരോടും ഒരുപോലെ, വീട്ടിലുള്ളവരാകട്ടെ, കൂടെ നിൽക്കുന്നവരാകട്ടെ അല്ലേ, നാട്ടുകാരാകട്ടെ, അയലക്കാരാകട്ടെ, എല്ലാവരോടും നമുക്ക് സ്നേഹം ഉണ്ടാകണം. എല്ലാവർക്കും സ്നേഹം പകർന്നു കൊടുക്ക്. അങ്ങനെയെന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഇവിടെ ഓവറായിട്ട് ഷോ കാണിക്കാനും പാടില്ല. ബാബിന് വൈബ്രേഷൻ കൊടുക്ക് അല്ലേ. കാണുമ്പോൾ ഒന്ന് സംസാരിക്കുക, ചിരിക്കുക, അവരോട് സുഖ കാര്യങ്ങൾ അന്വേഷിക്കുക. അപ്പല്ലേ അവർ നമ്മളായിട്ട് ക്ലോസ് ആവുള്ളൂ, അവർക്ക് തോന്നുള്ളൂ ഇവർ പണ്ടത്തെ പോലെയല്ല, എല്ലാവരോടും ഇടപഴകി ജീവിക്കുന്നുണ്ട്, എല്ലാവരോടും ഇവർക്ക് സ്നേഹമാണ്, എപ്പോഴും ഇവർ സഹായിയാണ്. ബാപ്പണ ആ ഒരു ദൈവീകതയുടെ ആ ഒരു വൈബ്രേഷൻ അവർക്ക് ഫീൽ ചെയ്യണം.
നമ്മളുടെ മാറ്റത്തിലൂടെ അവർക്കത് അനുഭവപ്പെടണം അല്ലേ. അല്ലാണ്ട് നമ്മൾ ബ്രാഹ്മണരാണ് ബീക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ശുദ്ധിയാണ് വളരെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിന്നാൽ അവരെ ഇങ്ങനെ നമ്മൾ പറയുന്നത് കേൾക്കുക അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റണം അവരുടെ കൂടെ. തുമക്കോ സിക്ലാനെ വാല ബാപ്പ് ഹേ, കാരണം നമ്മളെ പഠിപ്പിക്കുന്നത് ആരാ? സ്വയം ഭഗവാനാണ്. ഫിർ തുമേ ഔറോങ്കോ സിക്കലാന, അത് തന്നെയല്ലേ നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഭക്തി മാർഗ് ടോക്കി മാർഗ്, പാപ്പണ് ഭക്തി മാർഗ് ശബ്ദത്തിൻ്റെ മാർഗ്ഗമാണ്. ഭജൻസും കീർത്തനങ്ങളും പാടി ഒച്ചപ്പാടും ബഹളമെല്ലാം ഉണ്ടാക്കി അതിൽ ലയിക്കുന്നവരാണ്. അത് തെറ്റെന്നല്ല, കാരണം അവർക്ക് അങ്ങനെ ഉണ്ടായാലും അതിൽ ലയിക്കാൻ പറ്റുകയുള്ളൂ. അബി തുമക്കോ ബന്നാ ഹെ സൈലൻസ്. എന്നാൽ ഇവിടെ ബാബ എന്താ പഠിപ്പിക്കുന്നത്? ശാന്തിധാമത്തിലേക്ക് പോകണം. അതുകൊണ്ട് വളരെയധികം സൈലൻസിലേക്ക്, ബാബന് ശബ്ദത്തിൽ വരാതെ, അഥവാ വന്നാൽ തന്നെ മധുരമായി സംസാരിക്കും. ഒച്ചപ്പാടാക്കി മറ്റുള്ളവരെ നോവിക്കുന്ന വിധത്തിൽ കുത്തുവാക്കുകളെ കൊണ്ട്, ബാപ്പണ പരിഹസിക്കുന്ന വാക്കുകൾ, തമാശകൾ, ബാപ്പണ മറ്റുള്ളവരുടെ മനസ്സ് നോവിക്കും എന്നുള്ളത് പോലുള്ള ചിന്ത നമുക്കുണ്ടാകും. അത്ര പോലും പാടില്ല എന്നാണ് ബാബ പറയുന്നത് അല്ലേ. अच्छा मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग. നമസ്തേ നമസ്തേ നമസ്തേ. ബാബ എത്ര സ്നേഹത്തോടെയാണ് ബാബ തൻ്റെ ഓരോ കുട്ടികളെയും തന്നെ പോലെ കാണാൻ ആഗ്രഹിക്കാൻ അല്ലേ. ദേവതയെ പോലെ കാണാൻ ആഗ്രഹിക്കാൻ. സംഗമികത്തിലാണല്ലോ അതാകേണ്ടത്, സത്യുഗത്തിലല്ല ആകേണ്ടത് ദേവത എവിടെയാണ്? സംഗമികത്തിൽ. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ് 1, बहुत रॉयल्टी से मीठा होकर चलना, शांति और सुख का टवर बनने के लिए बहुत कम और मीठा बोलना. വളരെയധികം രാജകീയത്തോടെ മധുരമായി പെരുമാറണം. വളരെയധികം രാജകീയതയോടെ മധുരമായി ആ ശത്രുക്കളാണെങ്കിൽ പോലും. നമുക്കാരും ശത്രുക്കളില്ലല്ലോ, കാരണം ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ശത്രുക്കളാണ്. അതുകൊണ്ടാണ് ബാബറിന് രാജകീയമായി മധുരമായി പെരുമാറുക. ശാന്തിയുടെയും സുഖത്തിൻ്റെയും ശിഖരമാകുന്നതിന് വേണ്ടി വളരെ കുറച്ച് സംസാരിക്കണം, മധുരമായി സംസാരിക്കണം. ശാന്തിയുടെ സുഖത്തിൻ്റെ ശിഖരമാകണമെങ്കിൽ വളരെ കുറച്ച് സംസാരിക്കണം, അതും മധുരമായി സംസാരിക്കണം. ഈ വർഷത്തിൻ്റെ ചലഞ്ചായിരിക്കണം നമ്മുടെ അത്. മൂവിക്ക് പ്രാക്ടീസ് കർണി ഹെ, മൂവിയിലിരിക്കാനുള്ള അഭ്യാസം ചെയ്യും, മൗനത്തിലിരിക്കാനുള്ള അഭ്യാസം ചെയ്യും. ശബ്ദത്തിൽ വരാതിരിക്കുക, കൂടുതൽ ശബ്ദത്തിൽ വരാതിരിക്കുക. നമ്മളൊരു കാര്യം പറയുമ്പോൾ 10 പ്രാവശ്യം പറയാം, അതിനെ ഇങ്ങനെ ഒച്ചപ്പാട് ബഹളാക്കി പറയാം അല്ലേ, ആവേശത്ത് വന്ന് പറയാം. ബാപ്പണ് അതൊന്നും ബ്രാഹ്മണർക്ക് ചേർന്നതല്ലല്ലോ. ബാപ്പണ് കഴിയുന്നതും ശാന്തമായിട്ട്. 2, സ്വയം കി ദൈവീ ചലൻ ബനാനി ഹെ, നമ്മുടെ നടപ്പ് ദൈവീകമാക്കണം. ഒരിക്കലും തൊട്ടാവാടി ആകരുത്. ചുയ്മുയ് നഹി ബന്ന, ഒരിക്കലും തൊട്ടാവാടി ആകരുത്. അതൊന്നും ദേവതകളില്ലല്ലോ, ദേവതകൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലല്ലോ ദേവതകൾക്ക്. അതുകൊണ്ട് ബാപ്പണെ ചെറിയ ചെറിയ നിസ്സാര കാര്യത്തിനും തൊട്ടാവാടിയാവുക. ഞാൻ പറഞ്ഞത് കേൾക്കണം, അഥവാ കേട്ടിട്ടില്ലെങ്കിൽ പിന്നീട് അവരോട് മിണ്ടാട്ടം ഇല്ലാതാകുക. ഇതൊന്നും ബ്രാഹ്മണരുടെ സംസ്കാരത്തിൽ ചേർന്നതേ അല്ല അല്ലേ. അതുകൊണ്ട് ബാപ്പണ തൊട്ടാവാടി ആകരുത്. യുദ്ധത്തിന് മുൻപ് കർമാതീത് അവസ്ഥയിലേക്ക് എത്തണം. യുദ്ധത്തിന് മുൻപ് ബാപ്പണ നമ്മുടെ അവസ്ഥ എന്താകണം? കർമാതീതമാകണം. സ്വയം നിർവികാരിയായി മറ്റുള്ളവരെയും നിർവികാരികളാക്കുവാനുള്ള സേവനം ചെയ്യണം. സ്വയം നിർവികാരിയായി മറ്റുള്ളവരെയും നിർവികാരികളാക്കുവാനുള്ള സേവനം ചെയ്യാം. वरदान, पवित्र प्यार की पालना द्वारा सर्व को स्नेह के सूत्र में बांधने वाले मास्टर स्नेह के सागर भव. പവിത്ര സ്നേഹത്തിൻ്റെ പാലനയിലൂടെ, പവിത്ര സ്നേഹത്തിൻ്റെ പാലനയിലൂടെ സർവരെയും സ്നേഹത്തിൻ്റെ ചരടിൽ ബന്ധിക്കുന്ന, സർവരെയും സ്നേഹത്തിൻ്റെ ചരടിൽ ബന്ധിക്കുന്ന മാസ്റ്റർ സ്നേഹസാഗരമായി ഭവിക്കും.
മാസ്റ്റർ സ്നേഹ സാഗരമായി ഭവിക്കൂ. ബാബ വിശദീകരിക്കുകയാണ്. जब स्नेह के सागर और स्नेह संपन्न नदियों का मेला होता तो नदी भी बाप समान मास्टर स्नेह सागर बन जाती. എപ്പോഴാണോ സ്നേഹസാഗരനുമായി സ്നേഹസമ്പന്ന നദികളുടെ കൂടിച്ചേരലുണ്ടാകുന്നത്, സ്നേഹസാഗരനുമായി സ്നേഹസമ്പന്ന നദികളുടെ കൂടിച്ചേരലുണ്ടാകുന്നത്, അപ്പോൾ നദികളും കൂടി എന്തായിത്തീരും? ബാബയ്ക്ക് സമാനം മാസ്റ്റർ സ്നേഹസാഗരന്മാരായി മാറും. इसलिए विश्व की आत्माएं स्नेह के अनुभव से स्वतः समीप आती हैं. അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ അനുഭവത്താൽ സ്വാഭാവികമായും വിശ്വത്തിലെ ആത്മാക്കൾ നമ്മുടെ അരികിൽ വന്നു ചേരും. സ്നേഹത്തിൻ്റെ അനുഭവത്താൽ സ്വാഭാവികമായും വിശ്വത്തിലുള്ള ആത്മാക്കൾ നമ്മുടെ സമീപം വന്നു ചേരും. पवित्र प्यार ईश्वरीय परिवार की पालना चुंबक के समान स्वतः ही हरेक को समीप ले आता है. പവിത്രമായ സ്നേഹം അഥവാ ഈശ്വരീയ പരിവാരത്തിൻ്റെ പാലന ഒരു കാന്തത്തെ പോലെ ഓരോരുത്തരെയും സ്വാഭാവികമായും നമ്മുടെ അരികിലെത്തിക്കും. ഓരോരുത്തരെയും സ്വാഭാവികമായും നമ്മുടെ അരികിൽ എത്തിക്കും. ये ईश्वरीय स्नेह सबको सहयोगी बनाए आगे बढ़ने का सूत्र में बांध देता. ഈ ഒരു ഈശ്വരീയ സ്നേഹം സർവരെയും സഹയോഗികളാക്കി ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു ചരടായി മാറും. ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുവാനുള്ള ആ ഒരു ചരടിൽ ബന്ധിപ്പിക്കും. അപ്പോൾ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് സ്നേഹത്തിൻ്റെ, പവിത്ര സ്നേഹത്തിൻ്റെ പാലനയായിരിക്കണം. स्लोगन. संकल्प बोल समय गुण और शक्तियों के खजाने जमा करो तो इनका सहयोग मिलता रहेगा. സങ്കല്പം, വാക്ക്, സമയം, ഗുണം, ശക്തികൾ, ഈ സമ്പത്തുകളെ തൻ്റെ ഉള്ളിൽ സ്വരൂപിക്കുക, ശേഖരിക്കുക. സങ്കല്പം, വാക്ക്, സമയം, ഗുണം, ശക്തികൾ, ഈ സമ്പത്തുകളെ ശേഖരിക്കുക. അപ്പോൾ അവയെല്ലാം സമയത്തിൽ സഹയോഗിയായി മാറും. അവയെല്ലാം സമയത്തിൽ സഹയോഗം നൽകും. അച്ഛാ, ഓം ശാന്തി. പിന്നെ ബാബ നമ്മൾ കുട്ടികൾക്ക് എന്തെല്ലാമാണോ ധാരണ, ഒന്ന് ബാബ ശ്രദ്ധിക്കാൻ പറഞ്ഞു മായി, രണ്ടാമത്തേത് ബാബ ശ്രദ്ധ നൽകാൻ പറഞ്ഞത് ദൈവീ ഗുണങ്ങളുടെ ധാരണ. നമ്മുടെ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കണം, നമ്മുടെ വാക്കുകൾ എങ്ങനെ ഉണ്ടായിരിക്കണം, നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവരെ നോവിക്കുന്ന വിധത്തിലായിരിക്കരുത്, മറ്റുള്ളവർക്ക് സുഖം പകർന്നു കൊടുക്കണമെന്ന് ബാബ. കാരണം സുഖസ്വരൂപരായ മക്കളാണ്, സുഖസാഗരനായ ബാബയുടെ മക്കളാണ്. അപ്പം നമ്മളിലൂടെ മറ്റുള്ളവർക്കത് അനുഭവത്തിൽ വരണം. അപ്പോൾ ഈ വർഷം ഇവിടെ പൂർണ്ണമാകാൻ പോവുകയാണ്. ജനുവരി മാസം അവ്യക്ത മാസമാണ്. 31-ാം തീയതി ബാബയുടെ അവതരണ ദിവസം കൂടിയാണ്, ബാബ മിലന ഡേറ്റാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പഴയ എന്തെല്ലാം നമ്മുടെ കുറവുകളുണ്ടോ അതെല്ലാം തികച്ചും നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ബാബ എന്താണോ നമുക്ക് ഇന്നത്തെ മുരളിൽ ബാബ സുഖശാന്തിയുടെ ശിഖരമാകണം. അപ്പം നമുക്ക് ഓരോരുത്തർക്ക് അതൊരു ഹോംവർക്കാക്കി എടുത്തുകൊണ്ട് ജനുവരി മാസത്തിൽ പൂർണ്ണമായിട്ടും ബാബ ഇന്ന് പറഞ്ഞല്ലോ, മൂവി അഭ്യാസം ചെയ്യ്, ശബ്ദത്തിൽ വരാതിരിക്കാനുള്ള അഭ്യാസം. അഥവാ ശബ്ദത്തിൽ വരുന്നുണ്ടെങ്കിൽ കുറച്ച് സംസാരിക്കുക, അതും മധുരമായി സംസാരിക്കുക. അതിലൂടെ സുഖം മറ്റുള്ളവർക്ക് കൊടുക്കുക, സ്നേഹം കൊടുക്കുക, ഗുണങ്ങളുടെ ദാനം കൊടുക്കുക, അല്ലേ? അപ്പം അതിനെ നമുക്ക് ഹോംവർക്കാക്കി എടുക്കാം. അതിൻ്റെ പ്രാക്ടീസ് നമുക്ക് ജനുവരി മുതൽ ആരംഭിക്കാം. അതോടൊപ്പം തന്നെ 18-ാം ജനുവരി അവ്യക്ത ദിനം കൂടിയാണ്. അപ്പോൾ അതുവരെ തുടർച്ചയായിട്ട് സ്പെഷ്യൽ യോഗ കാര്യങ്ങളൊക്കെ നമുക്ക് ചാർട്ട് ചെയ്യാം. അപ്പം അതിലെല്ലാവരും ശ്രദ്ധ കൊടുക്കുക. സ്പെഷ്യൽ റിക്വസ്റ്റാണ്, ഇനിയും നമ്മൾ ഗൃഹസ്ഥത്തിൽ തന്നെ ബന്ധിക്കപ്പെടാതെ
ബാപ്പണെല്ലാം ചെയ്യണം, ബ്രഹ്മ ബാബയെ പോലെ എല്ലാം ചെയ്യുക. പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഉപരിയാകാൻ ശ്രമിക്കുക. അതിൽ തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നൊരവസ്ഥയിൽ നിന്ന് വേർപ്പെട്, പവിത്ര ഗൃഹസ്ഥ സ്ഥിതിയിലേക്ക് മാറ്, അലൗകിക അവസ്ഥയിലേക്ക് വരിക. ശബ്ദത്തിൽ സംസാരിക്കുക, തമാശകൾ, കുത്തുവാക്കുകൾ, പരദൂഷണങ്ങൾ, ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ട് വരണം. അപ്പോഴേ നമ്മുടെ സെൻറ്ററിൻ്റെ വാതാവരണം, വീടിൻ്റെ വാതാവരണം, അല്ലേ, നമ്മൾ എവിടെ പോകുന്ന അവിടെയൊക്കെ വാതാവരണം മാറിക്കൊണ്ടിരിക്കും. ബാബ എന്ന് പറഞ്ഞാൽ ആകർഷിച്ച് വരും. ആ ഒരു സ്ഥിതി നമ്മുടേതാക്കി മാറ്റണം ഓരോരുത്തരും. ഓം ശാന്തി. मेरे परम पिता परमात्मा सदाशिव निराकार, ओ आनंद के सागर, तेरी महिमा अपरंपार। मेरे परम पिता परमात्मा, मेरे परम पिता परमात्मा सदाशिव निराकार, परम पिता परमात्मा सदाशिव निराकार, ओ आनंद के सागर, तेरी महिमा अपरंपार, महिमा अपरंपार, तेरी महिमा अपरंपार। महिमा अपरंपार, तेरी महिमा अपरंपार। मेरे परम पिता परमात्मा, तुम सृष्टि के ज्ञाता हो, वरदानों के दाता हो। तुम सृष्टि के ज्ञाता हो, वरदानों के दाता हो। हम तुमको पाकर पाए, हम तुमको पाकर पाए, गति सदगति उपहार, महिमा अपरंपार, तेरी महिमा अपरंपार। महिमा अपरंपार, तेरी महिमा अपरंपार। मेरे परम पिता परमात्मा,